സാധാരണ സ്കൂൾ ബസ്സിലായിരുന്നു മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് പിതാവ് മനുവാണ് ജോലിയൊന്നും തന്നെ ഇല്ലാതിരുന്നുകൊണ്ട് മിഥുനെ സ്കൂട്ടറിൽ സ്കൂളിലെത്തിച്ചു. അമ്മയാകട്ടെ സുജ കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലി നോക്കുകയാണ്. കേവലം 3 മാസം മാത്രമാണ് സുജ കുവൈറ്റിൽ പോയിട്ട്. സുജ രാവിലെ ഫോണിൽ വിളിച്ചു മനുവിനോടും മിഥുനോടും ഒക്കെ തന്നെ സംസാരിച്ചതിന് ശേഷം ഇരുവരും സ്കൂളിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഇതുവരെയും ആ അമ്മ മകൻ മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല. അപകടം നടന്ന ഉടൻ തന്നെ പഞ്ചായത്ത് അംഗം ശിവരാജന് വിവരം ലഭിച്ചു. മനുവിനൊപ്പം ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മിഥുൻ മരണപ്പെട്ടു. വിദേശത്തുള്ള സുജയെ വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം സുജ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് ഒരു വിനോദയാത്ര പോയി. സുജയെയും ഒപ്പം കൂട്ടിയാണ് യാത്ര. അതുകൊണ്ട് സുജയെ ഫോണിൽ ബന്ധപ്പെടാനായി കഴിഞ്ഞിട്ടില്ല. ഇനി സുജ എപ്പോഴാണോ കുടുംബത്തിലേക്ക് വിളിക്കുന്നത് അപ്പോൾ മാത്രമാണ് ഈ വിവരം പറയാൻ പോലും സാധിക്കൂ. മനുവിനാകട്ടെ കൂലിപ്പണിയാണ്. സാമ്പത്തികമായി ഏറെ താഴെ തട്ടിലുള്ളൊരു കുടുംബം, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബം. പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി ലൈഫ് പദ്ധതിയിൽ അടക്കം പേര് ചേർത്തിരിക്കുന്നു. അതിൻ്റെ അനുമതി ഇതുവരെയും കിട്ടിയിട്ട് പോലുമില്ല. മകൻ നഷ്ടമായ വേദനയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ആ അച്ഛൻ, ആ പിതാവ് അവിടെ നിൽക്കുകയാണ്. സ്വന്തം അമ്മ പോലും നാട്ടിലില്ല. മകനെ ഏൽപ്പിച്ചിട്ട് പോയ പിതാവ് ഇനി എങ്ങനെ ആ അമ്മയോട് മറുപടി പറയും? എൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചാൽ, എന്തു പറ്റി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്ത് പറയുമെന്ന ആശങ്കയാണ് ആ പിതാവിൻ്റെ മുഖത്തുള്ളത്. കേവലം 1 മാസം മാത്രമാണ് മിഥുൻ ഈ സ്കൂളിലേക്ക് പഠനത്തിനായി എത്തിയത്. പട്ടുകടവ് സ്കൂളിൽ നിന്നും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷം മുതലാണ് മിഥുൻ മാറിയത്. ഹൈസ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മാറ്റം. എന്തായിരുന്നാലും അതീവ ദുഃഖകരമായ സംഭവമാണ്. ശക്തമായ നടപടി ഉറപ്പായും ഇതിൽ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വസ്തുത. അതുകൊണ്ട് ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിരുന്നാലും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നിലവിൽ ആവശ്യപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ തന്നെ കേസെടുത്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായി തന്നെ അന്വേഷണം നടത്തി 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മിഥുന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനായി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വൈദ്യുതി മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം വൈദ്യുതി ബോർഡിന്റെ അലംഭാവവും അനാസ്ഥയുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അടക്കം ആരോപിക്കുന്നു. യഥാസമയത്ത് പരിശോധന നടത്തുകയോ അപകടസാധ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യാതിരുന്നത് വൈദ്യുതി ബോർഡിന്റെ പതിവാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറയുന്നത്. സ്കൂൾ തുറന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച ശേഷം സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയാണ് സ്കൂൾ തുറന്നിരിക്കുന്നതെന്നുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞത്. ഏതാനും ആഴ്ചകൾക്ക് പിന്നാലെയാണ് ഈ ദുരന്ത വാർത്ത തേടിയെത്തിയിരിക്കുന്നത്. സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ KSEBയുടെയും അനാസ്ഥ മൂലം തന്നെയാണ് ആ 13 വയസ്സുകാരൻ മിഥുൻ നമുക്ക് നഷ്ടമായത്. സൈക്കിൾ ഷെഡിന് മുകളിൽ, അതും അനധികൃതമായി കിട്ടിയിരിക്കുന്ന ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനായി ശ്രമിച്ചപ്പോഴായിരുന്നു കുട്ടിക്ക് ഷോക്കേറ്റത്. ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടക്കുകയായിരുന്നു. പൊടുന്നനെ വീഴാൻ പോയപ്പോൾ ലൈനിൽ കയറി പിടിച്ചപ്പോഴാണ് ഈ അപകടമുണ്ടായതും. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറെ വേദനയോടുകൂടി കണ്ടിരിക്കാനേ സാധിക്കും. സുഹൃത്തുക്കൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മിഥുൻ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. എന്തായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശക്തമായി തന്നെയാണ് CPM മാനേജ്മെന്റ് സ്കൂളിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ സ്കൂൾ മാനേജ്മെന്റും KSEBയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ്. ഇതിനേറെ പറയുന്നു, 2 ദിവസങ്ങൾക്ക് മുൻപ് പോലും ഈ മുന്നറിയിപ്പ് വന്നതായിരുന്നു. അത് അവഗണിച്ചതിൻ്റെ പേരിലാണ് നമുക്കൊരു ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രധാന അധ്യാപകനെയും മറ്റുദ്യോഗസ്ഥരെയുമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിമർശിക്കുന്നത്. HM അവിടുത്തെ മറ്റധികാരികളും എന്നും കാണുന്നതല്ലേ ഈ വൈദ്യുതി ലൈൻ? HMനും പ്രിൻസിപ്പലിനും ഒക്കെ എന്താണ് പിന്നെ അവിടെ ജോലിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിലെ 14,000 സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ഒരു സ്കൂളിൻ്റെ അധിപനായിരിക്കുമ്പോൾ സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം വായിച്ചെങ്കിലും നോക്കണ്ടേ?